ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഷോർട്സ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊന്നും നല്ല തിരക്കാണ്. നമ്മൾ ഞായറാഴ്ച നമ്മളെ അനിയത്തിയുടെ കല്യാണം കുറിക്കലാണ് കേട്ടോ. അപ്പൊ കല്യാണം കുറിക്കലിന്റെ ഭാഗമായിട്ട് നമ്മള് ഒരു ചെറിയൊരു പരിപാടി തന്നെയാണല്ലോ. അപ്പം അതിന് നമ്മൾ കുറച്ച് വീട്ടിൽ തന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറേ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വണ്ടി നമ്മൾ അവിടെ സൈഡിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റെ ഇടയിലാണ് നമ്മൾ അമ്പാടി എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്പാടി എണീറ്റ് ഇനിയിപ്പോൾ അമ്പാടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേണം എനിക്ക് ബാക്കി കുറച്ച് ചെയ്യാൻ. അച്ഛനും ഉണ്ട്, അച്ഛനും ലീവാണ്. കുറേ ദിവസമായി ഞങ്ങൾ വിചാരിക്കുന്നു ഇങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളും വേണ്ടിയിട്ട്. പക്ഷെ ഒരാളും കൂടിയും വേണം. പിന്നെ ഇങ്ങനെ കുട്ടികൾ മക്കൾ അനിയത്തി ഉണ്ട്, പക്ഷെ ചെക്കുണ്ട്. അപ്പോൾ അവരെല്ലാവരും നോക്കാൻ ഒരാൾ വേണം. അങ്ങനെ ഇതായിട്ട് കണ്ണിൻ്റെ മേലെ ചെറിയൊരു കുരു ഉണ്ടായിട്ടുണ്ട്. ചൂട് കുരുയാണോ തോന്നുന്നുണ്ട്, കണ്ണ് ചെറുതായി കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് വൃത്തിയാക്കുകയാണ്. അപ്പോൾ അത് അവിടെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി ഒന്ന് കഴുകാനൊക്കെ ഉണ്ട് സംഭവം. അതിന് വണ്ടി കുറേ അവിടെ കിടക്കണ, വണ്ടി ഇനി വൃത്തിയിടണം. എന്നിട്ട് വേണം, വണ്ടിക്ക് കുറേ മെയിൻ്റെനൻസ് വർക്ക് ഉണ്ട് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് കിടക്കുന്നുണ്ട് സംഭവം. അപ്പോൾ ഇത് രണ്ടാമത്തെ വട്ടമാണ് വീണ്ടും ഇതിന് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റേ. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും നമ്മൾ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഇവിടെ ആകെ ഇവിടെയായിരുന്നു നമ്മളെ ഓട്ടോറിക്ഷ ഇതാ ഇവിടെ ഇട്ടൊക്കെ ഇടുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് ക്ലീൻ ആക്കിയത്. അപ്പോൾ ഇവിടെ ആകെ കച്ചറ നിറഞ്ഞിട്ട് കിടക്കുകയായിരുന്നു. നമ്മൾ പ്ലാവിൻ്റെ ഇലകളുണ്ട്. പ്ലാവിൻ്റെ അപ്പൂസ് സ്കൂളിൽ പോയിട്ടില്ല. അപ്പൂസിന് നൈസ് പനിയാണ്, പക്ഷെ അപ്പൂസ് നടക്കണമൊക്കെ പ്ലാവിൻ്റെ ഇലകളുണ്ട്. ഈ പ്ലാവിൻ്റെ ഇലകളിവിടെ വീണിട്ട് ആകെ കച്ചറായിട്ട് കിടക്കുന്നു. വണ്ടി കാരണം അങ്ങോട്ട് അടിക്കാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ വണ്ടിയൊക്കെ നീക്കിയിട്ട് നമ്മളിത് അത്യാവശ്യം ഇവിടെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അച്ഛൻ. അച്ഛൻ ഇതാ അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ഡോർ. ഇനിയും കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. മുറ്റം തന്നെ ഒന്ന് സെറ്റാക്കി വരാനുണ്ട്. പിന്നെ നമ്മൾ കുറേ ചെടികളുണ്ടായിരുന്നു, കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇതൊരു വിധം ഒക്കെ ഒന്ന് വെള്ളത്തിൻ്റെ കുറവ് കാരണം അതാ നമ്മൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയത് നെല്ലിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ജൂൺ പരിസ്ഥിതി ദിനത്തിന് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ തയ്യാണിത് കേട്ടോ. ചെറിയ തയ്യായിരുന്നു, നെല്ലിമരമായിരുന്നു നെല്ലിത്തത്. പക്ഷെ ഇതാപ്പോൾ ചെറിയതായിട്ട് ഇതൊന്ന് പിടിച്ചിട്ട് ഇതാ ഇത്ര ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഇത് കേട്ടോ, മഹാഗണി. ഇത് അനിയത്തിക്ക് കിട്ടിയതാണ് കേട്ടോ ഈ നെല്ലി. അതാണ് മഹാഗണി. ഇത് ഇത്ര വലുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടാവും നമ്മളെ സ്കൂളിൽ നിന്ന് കിട്ടിയ തൈകൾ. പിന്നെ ഇതൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അമ്മ വെച്ച് പിടിപ്പിച്ചതാണ്. അതേപോലെ ഇതാ വേപ്പിൻ്റെ തൈ. വേപ്പിൻ തൈ കുറേ വെച്ച് നമ്മൾ പിടിപ്പിച്ചാൽ സംഭവം സെറ്റാവണില്ല. നമ്മൾക്ക് ഇതേപോലെ വെയിൽ കിട്ടണമെന്ന് തോന്നുന്നുണ്ട്. വേപ്പിൻ്റെ തൈ എത്ര വെച്ച് പിടിച്ചാലും സംഭവം വേഗം ഇലകളൊക്കെ വേഗം ഇങ്ങനെ കൊഴിഞ്ഞു പോവാറാണ്. പിന്നെ മാവിൻ്റെ തൈ ചെറുതാക്കി അത്ര വലിയ ഇതൊന്നുമില്ല, ഉണ്ടായിരുന്നതൊക്കെ ഒരുവിധം കരിഞ്ഞു പോയിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ നോക്കാനധികം ഇതുണ്ടാവാറില്ല. ഇത് പിന്നെ ഒരു തെച്ചിയുടെ തൈയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വീടിൻ്റെ പടി. ഇപ്പോൾ ഇതൊക്കെ ഞാൻ സെറ്റാവാണ്ട്. അപ്പോൾ അവിടെ നമ്മളൊക്കെ വേസ്റ്റും കാര്യങ്ങളും തീയിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ വീട്. അപ്പോൾ ഇതാണ് അങ്ങനെ അച്ഛതാ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളുടെ വീട്ടിൽ വേസ്റ്റ് പാത്രങ്ങൾ, പഴയ വേസ്റ്റ് സാധനങ്ങളൊക്കെ പറക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയിൽ പാത്രങ്ങൾ കൊടുക്കാൻ വേണ്ടി അമ്മ അതാ ഓരോന്നായിട്ട് ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് കണ്ട. അച്ഛനാണിത്, അച്ഛനാണ്. അച്ഛന് പണിയില്ലെങ്കിലും വീട്ടിലെ പണികളാണ്. കുറേ വിചാരിക്കുന്നു നമ്മളിവിടെ ഇങ്ങനെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്.
ഇത്രയൊക്കെയാണ് ഇന്നത്തെ വൃത്തി പരിപാടിയും കാര്യങ്ങളും. പിന്നെ അമ്പാടിക്ക് ചോറ് കൊടുക്കാനൊക്കെ ഉണ്ട്, ഫുഡ് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് കുളിക്കാനൊക്കെ ഉണ്ട്. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇന്ന് രാവിലെ തന്നെ എന്തിനാ നിൽക്കുന്നതുകൊണ്ട് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നാളെ ശനിയാഴ്ചയും മറ്റന്നാണല്ലോ നമ്മളെ പരിപാടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വൃത്തിയാക്കുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് കണ്ട പിള്ളേർ വരച്ച് വെച്ചതാണ്. ഇപ്പോൾ 2 കല്യാണത്തിന് ഈ പരിപാടിക്കായി നമ്മൾ പെയിൻറ്റും കാര്യങ്ങളും അടിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതേ പിള്ളേർ വെച്ചിട്ട് അത്യാവശ്യം കച്ചറ വെച്ച് തേച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കാനുണ്ട്. മൊത്തത്തിൽ ഒരു സൈഡ് അത്യാവശ്യം എല്ലാ ചുമരും, ഈ വീട്ടിലെല്ലാ ചുമരിൻ്റെ മേലും മക്കൾ വരച്ചിട്ടുണ്ട്. ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.